ഇപ്പോൾ 24,000 കോടിയുടെ പാക്കേജ് മുമ്പോട്ട് വെക്കുമ്പോൾ ഓരോന്നും ഘട്ടം ഘട്ടം തിരിച്ച് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അർഹിക്കപ്പെടുന്ന ആവശ്യങ്ങൾ, അവകാശങ്ങളാണ് ആ പാക്കേജിൽ ഉൾപ്പെടുത്തിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിഴിഞ്ഞം പദ്ധതി, അതായത് രാജ്യത്തിൻ്റെ തന്നെ 4% GST ഉളവാകുന്ന ഒരു പദ്ധതിയുടെ കാര്യത്തിൽ, അത് VGF ഫണ്ടിൻ്റെ കാര്യത്തിലായാലും തുടർന്നുള്ള കാര്യങ്ങളിലും ഈ ബജറ്റിലും ഒക്കെ പ്രതിഫലിക്കുന്നത് അവഗണന തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ VGF ഫണ്ടിന്റെ കാര്യം ഇപ്പൊ സൂചിപ്പിച്ചു. അത് ഒന്ന് അവിടെ നിൽക്കട്ടെ. അതുപോലെ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് മാത്രം ബെനിഫിറ്റ് തുറമുഖമല്ല, കേരളത്തിന് കുറവാണ് അർത്ഥത്തിൽ ബെനിഫിറ്റ്. തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങൾക്ക് രാജ്യത്തിന് ഒട്ടാകെ നേട്ടം ഉണ്ടാക്കുന്ന ഒരു. മറ്റൊന്ന്, അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളം ആവശ്യപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ മെട്രോ റെയിലിന്റെ കാര്യത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട്, തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉള്ള നിരവധിയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പോലും ഒന്ന് മെൻഷൻ ചെയ്ത് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇളവോ ആനുകൂല്യമോ എന്തെങ്കിലും കേരളത്തിന് മാത്രമല്ല മറ്റ് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു പറയുന്നതിനുള്ള ഒരു ഇതുപോലും അവർ കാണിക്കാതെയാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളുടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അർഹതപ്പെട്ട ന്യായമായ ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലും തഴഞ്ഞുകൊണ്ട് ഉള്ള ഒരു സമീപനത്തിലേക്ക് പോവുകയാണ്. അതുപോലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായിട്ട് വളർച്ചാ നിരക്ക് താഴോട്ട് പോകുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെൽഫെയർ മെഷേഴ്സിലേക്ക് ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ക്ഷേമം എന്ന് പറയുന്ന ഒരു വാക്ക്. പക്ഷേ ഈ അവശ്യ മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കുന്നു, സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ കാര്യത്തിൽ ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കുന്നു, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, ഈ മത്സ്യ വളർത്തലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭക്ഷണത്തിനുള്ള ടാക്സ് കുറയ്ക്കുന്നു. അത് ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഒരർത്ഥത്തിൽ ഒരു സഹായമല്ലേ, അനുകൂലമായ ഘടകങ്ങളല്ലേ? ഞാൻ പറഞ്ഞ ഒരു ബഡ്ജറ്റിൽ അനുകൂലമായ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ. നമ്മൾ അതിനെ കീറിമുറിച്ച് പരിശോധിക്കുന്നത് അനുകൂലമായ കാര്യം. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പോ മറ്റേ ലിഥിയം ബാറ്ററിയുടെ കാര്യത്തിൽ അതിന്റെ ഘടക പദാർത്ഥങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ബാറ്ററിയുടെ കാര്യത്തിലും ഇത് കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ബേസിക്കലി അത് സഹായിക്കുന്നത്. ഇത്തരം ഇളവുകൾ എപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താ, ഈ ഇളവുകൾ ഏതെങ്കിലും രീതിയിൽ അതിന്റെ പ്രൈസുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല. ഗവൺമെന്റിന്റെ ടാക്സ് ഇപ്പൊ 2,600 കോടി രൂപയാണ് ആ ഇളവുകൾ വഴി ഗവൺമെന്റ് ഇല്ലാതാവുന്നതെന്ന് പറയുന്നു. പക്ഷെ അത്രയും നേട്ടം ഉപഭോക്താവിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും കാതലായി രാജ്യത്ത് ഇന്ന് അഭിസംബോധന ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കർഷകരുടെ പ്രശ്നങ്ങളാണ്. ഒന്ന്. രണ്ട്, സാധാരണക്കാരുടെ നിത്യജീവിതത്തിനുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതും ആഹാര സാധനങ്ങളടക്കം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കൂടുന്നതും, പിന്നീട് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച്, ആരോഗ്യ മേഖലയെ സംബന്ധിച്ച്, പിന്നീട് ഈ നാച്ചുറൽ കലാമിറ്റീസ് വഴി ഈ പ്രകൃതിക്ഷോഭങ്ങൾ വഴി നഷ്ടപ്പെട്ട കാര്യങ്ങളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ സംസ്ഥാനങ്ങളുടെ ആവശ്യം, ഇത്യാദി കാര്യങ്ങൾ അടിസ്ഥാനപരവും ഇന്ന് മൂർത്തമായി നമ്മുടെ രാജ്യം നേരിടുന്നതുമായ വിഷയങ്ങളിൽ ഒരു പരിഗണനയും ഈ ബജറ്റ് നൽകിയിട്ടില്ല എന്ന് തന്നെ തീർത്തു പറയാമോ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും അങ്ങേറ്റം നമുക്ക് തീർത്തു പറയാം. തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മുരടിപ്പ്. സാമ്പത്തിക വളർച്ചയിൽ 3 വർഷമായിട്ട് ഇത് താഴോട്ട് വരുന്നു. 6.4% 2024-25 പ്രതീക്ഷിക്കുമ്പോൾ അടുത്ത വർഷം അത് 6.3-നും 6.8-നും ഇടയിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഈ 2047 നമ്മൾ വികസിത ഭാരതമാവുക എന്ന് പറയുന്നതിന് ആവറേജ് 8% വളർച്ചാ നിരക്ക് കൈവരിക്കണമെന്നാണ് നമ്മുടെ ഈ സാമ്പത്തിക സർവേ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു 8% ഇത് കൈവരിച്ചാൽ പോലും അതാവില്ല. അപ്പൊ തുടർച്ചയായി ഇനി 2047 വരെ 8% വളർച്ചാ നിരക്ക് കൈവരിക്കണം. പക്ഷെ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് താഴ്ന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഈ ലക്ഷ്യങ്ങളും ഞാൻ ജോർജ് ജോസഫിലേക്ക് എത്താം. ഇപ്പോൾ പി സന്തോഷ് കുമാർ MP
പ്രതികരിക്കുന്നു, അതിലേക്ക് കൂടി ഒന്ന് പോകാം പെട്ടെന്ന്. കണക്കിന് സംഭവങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാര്യത്തിനകത്ത്, കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വളർച്ച കുറഞ്ഞുമ്പോഴാണ് എക്കണോമിക് സർവേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കണം. ഈ വയനാട് ഉൾപ്പെടെ കേരളം നിരവധി ആവശ്യം വെച്ചല്ലോ, വയനാട് ഉൾപ്പെടെ നിരവധി ആവശ്യം, അവിടെ ഒന്നും തന്നെയും ഒന്നും വന്നില്ല, ഒന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഈ പറഞ്ഞ പോലെ പേജിനാണെങ്കിൽ എവിടെ ഉണ്ടെന്നല്ല, പ്രസംഗത്തിനകത്ത് എവിടെയുമില്ല. പ്രസംഗത്തിനാണെങ്കിൽ ബീഹാർ പറഞ്ഞതിൻ്റെ 10-1 പോലും ഒരിക്കൽ പോലും കേരളം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ബീഹാർ ബജറ്റായിട്ടാണോ അതിലെ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പൊതുവിൽ ഇലക്ഷനിലാക്കിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പ് ബജറ്റാണ്. താങ്ക് യു. ഈ ജോർജ് ജോസഫ് ഇലക്ഷൻ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു ട്രിക്കി ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല ഇതിൽ, അങ്ങനെയാണ് എം പി ഇപ്പോൾ നിരീക്ഷിച്ചത്. അത് ശരിയല്ലേ? ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് മുമ്പിൽ വരുന്നത്. അതിനെ തുടർന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. മാത്രമല്ല ബീഹാറാണ് താങ്ങി നിർത്തുന്നത്. ബീഹാറാണ് താങ്ങി നിർത്തുന്നത്. അപ്പൊ ബീഹാറിൽ ഏത് വിധേനയും വിജയിക്കുക എന്നുള്ളത് വളരെ വളരെ ഒരു ഇതായിട്ടൊരു പ്രശ്നം തന്നെയാണ്. അപ്പോ ഡൽഹി തെരഞ്ഞെടുപ്പിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി മിഡിൽ ക്ലാസിനെ സഹായിക്കുന്നു എന്നുള്ളൊരു പ്രതീതി. ഈ ആദായ നികുതി 12 ലക്ഷമായി ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ അത് സഹായകരമായി വരുന്ന ഒന്നാണോ? അതാണ് ഞാൻ പറഞ്ഞ ആദായ നികുതിയുടെ കാര്യത്തില് നമ്മളിപ്പോ അടുത്ത വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ല് എന്താണെന്നും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. പിന്നെ ഈ 12 ലക്ഷം വരെ അങ്ങ് ഒഴിവാക്കി എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മളുടെ എല്ലാ തരത്തിലുള്ള പക്ഷെ അല്ല, അത് പറയുന്നുണ്ട് ഈ സാലറി അധിഷ്ഠിതമായി ലഭിക്കുന്ന TDS 75,000 ടാക്സ് മാത്രമാണ് അതിൽ നിന്ന് ഒഴിവാകുന്നത്. ബാക്കിയുള്ളവ ഈ 12 ലക്ഷം വരെ ഉള്ളതിൽ വേറൊരു ഡ്യൂട്ടിയും അതിനകത്ത് വരുന്നില്ല, മീൻസ് ടാക്സും വരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അത് വേഗമായി പറഞ്ഞു പോയാണ്. അതിന്റെ വിശദാംശങ്ങൾ കാണണം, അതിന്റെ സ്ലാബ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇപ്പൊ വലിയൊരു കയ്യടി പോലെ വരികയാണ് 12 ലക്ഷം വരെ. അതായത് നിലവിലെ ഈ 3 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു 7 ലക്ഷം വരെ നികുതി ഒഴിവാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിപ്പോ പെട്ടെന്ന് ഒരു 12 ലക്ഷത്തിലേക്ക് ഉയർത്തി എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പരിശോധിച്ചെങ്കിലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് പ്രയോജനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്ര ഉയർത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ അത് 2 കാര്യങ്ങളും. പിന്നെ ബീഹാറിന് വേണ്ടി ഇപ്പൊ ഒരു ട്രിക്കി ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ അതാണ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഈ നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കുറെ ആനുകൂല്യം, അത് ബുദ്ധവിഹാരങ്ങളെയാണ് പ്രധാനമായിട്ടും അതെ, അതും അവിടെ ഇൻഡയറക്ട്ലി ബീഹാറിലേക്ക് പോകുള്ളൂ. ഞാൻ അവിടെ പോലും ശബരിമല എന്ന് പറയുന്ന ഒരു വാക്ക് ചിലപ്പോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു ആകാംക്ഷ വന്നു. കാരണം ഈ ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പറഞ്ഞപ്പോ അതുപോലെ 50 പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നുണ്ട്. അത് എന്താണ്, അതിൽ ഏത് ഡെസ്റ്റിനേഷൻ, കേരളത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. 50 എന്ന് പറയുമ്പോൾ അത് കേരളം സ്വാഭാവികമായിട്ടും തീർച്ചയായും ഞാൻ തിരിച്ചെത്താം ശ്രീ ജോർജ് ജോസഫ്.